ചിക്കനുണ്ട്, ബീഫുണ്ട്, അതായത് ചിക്കൻ്റെ ഒരു കറിയുണ്ട്, അപ്പോൾ മീൻ ഫ്രൈ ഉണ്ട്, നല്ല ചാള വറുത്തത്. പ്യുവറായിട്ട് ചില്ലി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാം ആ ഒരു രീതിയാണ് പ്യുവർ വൈറ്റ് കളറിൽ നല്ല സ്പൈസിയിൽ ചെയ്യുന്നത്. ശരിക്കും നൂല് പോലെ തന്നെ ഇരിക്കുന്നുണ്ട് കണ്ടോ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്രിസ്പിയാണ്. ഇതിൻ്റെ അകത്ത് പ്രോൺസ് ഒക്കെ ഉണ്ട് കണ്ടോ, പ്രോൺസ് കിടക്കുന്നുണ്ട്, ചെറിയ പ്രോൺസ് ആണ്. നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മാറി കുട്ടികൾക്കായിട്ടുള്ളൊരു കിഡ്സ് സ്പേസ് വെച്ചിട്ടുണ്ട്, ചെറിയൊരു പ്ലേ ഏരിയ. ഹലോ, വി ആർ എൻ ടൂറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് കുറച്ച് നാളായിട്ട് ചട്ടിച്ചോറ് കഴിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഒരുപാട് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ തൊട്ടടുത്ത്, അതായത് തിരുവനന്തപുരം പോത്തൻകോട് നല്ല വെറൈറ്റി സീ ഫുഡ് ബിരിയാണി ചട്ടിച്ചോറും ഒക്കെ കിട്ടുന്ന ഒരു കിടിലൻ സ്പോട്ട് ഉണ്ടെന്ന്. ഗ്രിൽ സ്റ്റേഷൻ എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചട്ടിച്ചോറാണ്. ഞങ്ങളിന്ന് ചട്ടിച്ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. എങ്കിലും ഇവരുടേതായിട്ടുള്ളൊരു സ്പെഷ്യൽ സിഗ്നേച്ചർ ഡിഷസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് കാണാൻ വേണ്ടിയിട്ട് വീഡിയോ മുഴുവനായും കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കും. അപ്പോൾ ഈ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഫ്രണ്ടിലൊരു ബോർഡ് കാണാം. ടുഡേ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഷെറി ഫിഷ് ഫ്രൈ, നെയ്മീൻ മസാല പൊള്ളിച്ചത്, ഹമൂർ ഫിഷ് ഫ്രൈ, CD കാരൽ ഫിഷ് ഫ്രൈ, അതുപോലെ സീ ഫുഡ് ബിരിയാണിയും ചട്ടിച്ചോറുമാണ് ഇവരുടെ സ്പെഷ്യൽ. പിന്നെ ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള വേറൊരു സംഭവമുണ്ട്, താളി മീൽസ് ഉണ്ട്. അപ്പോൾ നമുക്കിന്ന് കുറച്ച് വെറൈറ്റീസ് പരീക്ഷിച്ച് നോക്കാമല്ലേ. അപ്പോൾ നല്ല തിരക്കാണ്. ഇപ്പോൾ ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോഴും ഒരുപാട് പേര് അകത്ത് കഴിക്കുന്നുണ്ട്, ഒരുപാട് പേര് വരുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇതിനകത്ത് വന്നപ്പോൾ പുതിയൊരു വെറൈറ്റി തോന്നിയത്, നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മാറി കുട്ടികൾക്കായിട്ടുള്ളൊരു കിഡ്സ് സ്പേസ് വെച്ചിട്ടുണ്ട്, ചെറിയൊരു പ്ലേ ഏരിയ. അപ്പോൾ നമുക്ക് വേറെ ടെൻഷനില്ല. ഫുഡ് വെയിറ്റ് വരുന്നത് വരെ നമുക്ക് കുട്ടികളെ അതിൻ്റെ അകത്ത് ആക്കി കഴിഞ്ഞാൽ അവരവിടെ സേഫാണ്. അപ്പോൾ പൊന്നനും കുഞ്ഞനും അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഒരു പുതിയൊരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷാണ് ചട്ടിച്ചോറ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ സീ ഫുഡിൻ്റെ ഐറ്റംസ് ഉണ്ടാവും, ചിക്കൻ ഉണ്ടാവും, ബീഫ് ഉണ്ടാവും. ഫിഷിൻ്റെ ഒരു 3 വെറൈറ്റി നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഫിഷിൻ്റെ പിക്കിളുണ്ട്, പിന്നെ ഒരു ഫ്രൈ ഉണ്ട്, ഒരു കറിയുണ്ട്. ബീഫിൻ്റെ ഒരു ഐറ്റമുണ്ട്, ബീഫ് തേങ്ങാക്കൊത്ത്, പിന്നെ ചിക്കൻ്റെ ഒരു കറി, പിന്നെ മുട്ട ചിക്കി തോത്തിയത്, പപ്പടം, പിന്നെ ബാക്കി നമ്മുടെ മീൽസിൻ്റെ എല്ലാ വെറൈറ്റീസും. ഓക്കെ. പിന്നെ നമ്മളതിനകത്ത് പുളിശ്ശേരി വരുന്നുണ്ട്, രസം വരുന്നുണ്ട്, ഒരു ഡെസേർട്ടായിട്ട് വരുന്നുണ്ട്. ഒരു ദിവസം കേസരി, ഒരു ദിവസം പായസം, അങ്ങനെ വെറൈറ്റീസായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഡിഷ് വന്നു, അതായത് നമ്മുടെ ചട്ടിച്ചോറ് ഇവിടുത്തെ സ്പെഷ്യലാണ്. അപ്പോൾ ചട്ടിച്ചോറിൻ്റെ അകത്ത് ഫിഷ് ഐറ്റംസ് ഉണ്ട്, സീ ഫുഡുണ്ട്, ചിക്കനുണ്ട്, ബീഫുണ്ട്, അതായത് ചിക്കൻ്റെ ഒരു കറിയുണ്ട്, അപ്പോൾ മീൻ ഫ്രൈ ഉണ്ട്, നല്ല ചാള വറുത്തത്, മത്തി വറുത്തതുണ്ട്, പിന്നെ മീനിൻ്റെ ഒരു കറിയുണ്ട്, അതുപോലെ ചിക്കനുണ്ട്, ചിക്കൻ്റെ കറിയുണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്. ഓക്കെ, ചിക്കൻ ഫ്രൈ ഉണ്ട്. അതുപോലെ തന്നെ ബീഫ് തേങ്ങാക്കൊത്തിട്ട് ഉലർത്തിയതുണ്ട്. പിന്നെ ഇതാ നമ്മുടെ വറ്റൽ മുളക്, ചമ്മന്തി, മുട്ട ചിക്കി തോർത്തിയത്, പിന്നെ വെജിറ്റേറിയൻ ഡിഷസ് ആയിട്ടുള്ള പച്ചടി, തോരൻ, ഇത്രയും ഡിഷസ്, അതായത് ചിക്കൻ, ബീഫ്, സീ ഫുഡ്, വെജിറ്റേറിയൻ ഡിഷസ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വെറും 199 രൂപയ്ക്കാണ് ഈ ചട്ടിച്ചോറ് നമുക്ക് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്ത് തന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള, ഏറ്റവും റേറ്റ് കുറച്ചിട്ട് എന്നാൽ വളരെ ടേസ്റ്റിയർ ആയിട്ടുള്ള ഫുഡാണ് നമുക്ക് ഈ ഗ്രിൽ സ്റ്റേഷനിൽ ചട്ടിച്ചോറിൽ കിട്ടുന്നത്. പിന്നെ അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാരണം മുന്നിൽ വെച്ചിട്ട് കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല, നമുക്ക് ടേസ്റ്റ് ചെയ്ത് താമസിച്ച് പോയത് കൊണ്ട് ഇവർക്ക് ഭയങ്കര വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇവർ പപ്പടമൊക്കെ എടുത്ത് പപ്പടം കഴിച്ചു തുടങ്ങി. ചിക്കൻ്റെ പീസൊക്കെ ഇവിടെ പൊന്നനകത്താക്കി പകുതിയും. ഓക്കെ, അപ്പം ഇനി നമുക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷം പറയാം. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ഐറ്റം വന്നിട്ടുണ്ട് മിക്സഡ് ഫ്രൈഡ് റൈസും വൈറ്റ് ചില്ലി ചിക്കനും. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് നമുക്ക് ഷെഫിനോട് ചോദിക്കാം. അതായത് ആക്ച്വലി ഇപ്പം എല്ലായിടത്തും ഫുഡ് പോയിസണും കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ കളറ്, സോസ് അതെല്ലാം ഒഴിവാക്കിയിട്ട് പ്യുവറായിട്ട് ചില്ലി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാം
ആ ഒരു രീതിയാണ് പ്യുവർ വൈറ്റ് കളറിൽ നല്ല സ്പൈസിയിൽ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇതിൻ്റെ മെയിൻ. സോസ്, കളർ അങ്ങനെയുള്ള ഒരു ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തില്ല. നമ്മുടെ ഹെൽത്തിയാണ്, മെയിനായിട്ട് ഹെൽത്തിയാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഫുഡ് പോയ്സൺ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. നമ്മൾ തന്നെ സ്വയമായിട്ട് ചെയ്ത് നമ്മുടെ ഓൺ റെസിപ്പിയിൽ ചെയ്യുന്നതാണ് വൈറ്റ് ചില്ലി ചിക്കൻ. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ മിക്സഡ് ഫ്രൈഡ് റൈസ്. മിക്സഡ് ഫ്രൈഡ് റൈസിനകത്ത് സീ ഫുഡ് എല്ലാം വരുന്നുണ്ട്. പിന്നെ ബീഫ്, മട്ടൺ, ചിക്കൻ എല്ലാം കൂടെ ചേർത്തിട്ടാണ്, എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്നതാണ്. പിന്നെ നമ്മുടെ സ്പെഷ്യൽ നൂൽ പൊറോട്ടയാണ്. നൂൽ പൊറോട്ട വരുന്നത്. നൂൽ പൊറോട്ട ശരിക്കും നൂല് പോലെ തന്നെ ഇരിക്കുന്നുണ്ട് കണ്ടോ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല ക്രിസ്പിയാണ്, എന്നാൽ സോഫ്റ്റാണ് കേട്ടോ. അപ്പം ഒരു നൂൽ പൊറോട്ട എടുക്കുന്നു, കുറച്ച് നമ്മുടെ വൈറ്റ് ചില്ലി ചിക്കൻ എടുക്കുന്നു, നേരത്തെ പറഞ്ഞല്ലോ വൈറ്റ് ചില്ലി ചിക്കൻ എന്ന് പറഞ്ഞാൽ സോസും കളേഴ്സും ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷെ എന്നാലും നല്ല സ്പൈസിയാണ്, നല്ല ടേസ്റ്റാണ്. നമ്മൾ ശരിക്കും ചില്ലി ചിക്കൻ്റെ അതേ ടേസ്റ്റ് തന്നെ വരുന്നുണ്ട്. പെപ്പറിൻ്റെയും ഒക്കെ ആ മുളകിൻ്റെയും ഒക്കെ നല്ല എരിവും ടേസ്റ്റും എല്ലാം കയറി വരുന്നുണ്ട്. പക്ഷെ നല്ലൊരു കാര്യമാണ് കളർ അവോയ്ഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട്. ഹെൽത്തിയാണ്, അതിൻ്റെ അകത്ത് നട്ട്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഹെൽത്തിയാണ്. അതുകൊണ്ട് അത് നല്ലൊരു ഐഡിയ ആണ്. കളർ ഒഴിവാക്കിയിട്ട് കഴിക്കുന്നത് ചിലയിടത്ത് നമ്മൾ പോകുമ്പം ചില്ലി ചിക്കൻ്റെ കളർ ഇങ്ങനെ കയറി നിൽക്കും. ഈ ഒരു ഐഡിയ എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. നെക്സ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത് ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള മിക്സഡ് ഫ്രൈഡ് റൈസാണ്. അതായത് ഇതിൻ്റെ അകത്ത് സീ ഫുഡുണ്ട്, ചിക്കനുണ്ട്, ബീഫുണ്ട്, മട്ടനുണ്ട്, ഇതെല്ലാം കൂടി ചേർത്ത് എഗ്ഗുണ്ട്, വെജിറ്റബിൾസും ഉണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ മിക്സഡ് ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഉള്ള ഒരു സംഭവമാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം ഇതിൻ്റെ അകത്ത് പ്രോൺസ് ഒക്കെ ഉണ്ട് കേട്ടോ, പ്രോൺസ് കിടക്കുന്നുണ്ട്, ചെറിയ പ്രോൺസാണ്. മിക്സഡ് ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ശരിക്കും ഇതെനിക്കൊരു പസിലാണ്. കാരണം ഞാൻ ചിക്കനും എഗ്ഗും ഫിഷും മാത്രമേ കഴിക്കുകയുള്ളൂ, ബീഫും മട്ടനും കഴിക്കില്ല. അപ്പോൾ ഇതിൻ്റെ അകത്തൊന്ന് ഈ മട്ടനും ബീഫും ഒക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഈ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലേ. നമ്മൾ പൈസ കൂടുതൽ കൊടുത്താലും കുറഞ്ഞു കൊടുത്താലും എന്ത് കഴിച്ചാലും എമൗണ്ട് കുറച്ചാലും നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. അത് ടേസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ക്വാണ്ടിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം ഫുഡ് കഴിക്കുമ്പോൾ. അപ്പോൾ ആ കാര്യത്തിൽ എന്തായാലും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ വെറുതെ ആവില്ല, വേർത്തിയാണ്. ഈ ഒരു എമൗണ്ടിൽ ഇത്രയും നല്ല ഫുഡ്, ക്വാളിറ്റി ആയാലും ക്വാണ്ടിറ്റി ആയാലും പക്കായാണ്. നല്ല ഫുഡാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒന്നും പറയാനില്ല, വളരെ നല്ലൊരു ഓപ്ഷനാണ്. അപ്പം ചട്ടിച്ചോറ് നമ്മൾ ട്രൈ ചെയ്തു. അപ്പം എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് ഇത്രയും അഫോർഡബിൾ പ്രൈസിൽ ചട്ടിച്ചോറ് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ ആയിരിക്കും. അതും ടേസ്റ്റിൻ്റെ കാര്യത്തിലൊന്നും യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. ഓരോ ഫുഡും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഓരോന്നിൻ്റെയും ടേസ്റ്റ് വളരെ ഡിഫറെൻ്റാണ്, നല്ല ടേസ്റ്റിയറാണ്. ചിക്കൻ ഫ്രൈ ഒക്കെ വളരെ നല്ല ജ്യൂസി ആയിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു ചിക്കൻ. അതുപോലെ തന്നെ ചോറ് കൊണ്ടുവരുമ്പോഴേ ഇതിൻ്റെ അകത്ത് കയറുമ്പോഴേ നല്ല മണം, നല്ല മീനിൻ്റെയും ചിക്കൻ്റെയും ഒക്കെ ഇങ്ങനെ മണം വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ചട്ടിച്ചോറ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ കളർഫുള്ളാണ്, റിച്ചാണ്, എന്നാൽ റേറ്റ് കുറവുമാണ്. അപ്പോൾ നമ്മുടെ ഗ്രിൽ സ്റ്റേഷൻ്റെ ലൊക്കേഷൻ വന്നിട്ട് പോത്തൻകോട് MT സിനിമാസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അവരുടെ ഒരു വലിയ കോമ്പൗണ്ട് ഉണ്ട്, പാർക്കിംഗ് ഒക്കെ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഇതുവഴി പോവുകയാണെങ്കിൽ ചട്ടിച്ചോറ് കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കുക. ഇപ്പം ഉച്ചയ്ക്കത്തെ വെറൈറ്റീസ് കണ്ടല്ലോ അല്ലേ. ഇപ്പം ആക്ച്വലി ഞങ്ങൾ വന്നത് സീ ഫുഡ് ബിരിയാണിയും ചട്ടിച്ചോറും ട്രൈ ചെയ്യാനായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ മിക്സഡ് ഫ്രൈഡ് റൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പ്ലാൻ ഒന്ന് മാറ്റിയതാണ്. വളരെ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു മിക്സഡ് ഫ്രൈഡ് റൈസ്. എന്നുവെച്ചാൽ എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്, മനസ്സിലായില്ലേ. സീ ഫുഡുണ്ട്, മട്ടനുണ്ട്, ചിക്കനുണ്ട്, എഗ്ഗുണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്. അപ്പോൾ
സത്യം പറഞ്ഞാൽ കുറച്ച് കഴിച്ച് തീരാനുള്ളൊരു ഇതാണ്, കഴിച്ച് തീർക്കാനുള്ളൊരു ആക്രാന്തമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുവഴി പോവുകയാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഗ്രിൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞ ബോർഡ് കണ്ടാൽ ഒന്ന് കയറി നോക്കുക. പിന്നെ ഈവനിങ്ങും ഇവർക്ക് ഗ്രിൽ സ്റ്റേഷൻ എന്നാണ് പേരെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഈവനിങ്ങും ഇവർക്ക് വെറൈറ്റീസ് ഓഫ് അറബിക് ഫുഡൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഏത് നേരത്ത് വന്നാലും നിങ്ങൾക്ക് വെറുതെ പോകേണ്ടി വരില്ല. തൊട്ടടുത്ത് തന്നെ ബേക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുടെ തന്നെ സ്വന്തം പ്രോഡക്ട്സ് നിങ്ങൾക്ക് വാങ്ങിയിട്ട് പോവാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇഷ്ടപ്പെട്ടാൽ വീണ്ടും കാണാം. ദിസ് ഇസ് മീ ദീപിക റാം സൈനിങ് ഓഫ് ഫ്രം VRE2.